സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഈ കാലവർഷത്തിന് ഇടയിൽ നിരവധിയായ അസുഖങ്ങൾ ഇപ്പോൾ തന്നെ പലർക്കും ഉണ്ട്. അങ്ങനെ നമ്മുടെ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനിടെയായിരുന്നു ഷിഗല്ല എന്നത് നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തിയതെങ്കിൽ അതിന് പിന്നാലെ ഇപ്പോഴിതാ വീണ്ടും വലിയ ആശങ്ക പരത്തുകയാണ് നിപ്പ വൈറസ് എന്നത്. കോഴിക്കോട് ജില്ലയിൽ ആണ് വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഈ രോഗം ബാധിച്ചിട്ടുള്ള രോഗി ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത്. അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയായിരുന്നു. ക്ലീനിംഗ് തൊഴിലാളിയായ ഇയാൾ ഫറോക്കിലെ ഒരു പഴയ ഗോഡൌൺ വൃത്തിയാക്കാൻ പോയപ്പോൾ ആകാം ഈ വൈറസ് ബാധ ഉണ്ടായത് എന്നതാണ് പ്രാഥമിക നിഗമനം. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു സമ്പർക്കം കുറച്ച് കൂടുതലുണ്ട്. അദ്ദേഹം മറ്റേ OP സെക്ഷനിലാണ് ആദ്യം പോയത്. അതിനുശേഷം അദ്ദേഹത്തിന് MRI സ്കാനിങ് നടത്തിയിട്ടുണ്ട്, എക്കോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിപുലമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരോടൊക്കെ ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ പേഷ്യൻ്റ് അദ്ദേഹം ഒരു ഗോഡൗൺ വാടകയ്ക്കെടുത്ത് അദ്ദേഹം തന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഒരുപക്ഷെ വവ്വാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഒരിക്കൽ പനി വന്ന് മാറിയതാണ്. പക്ഷേ വീണ്ടും പനി വന്നു. അങ്ങനെയാണ് വീണ്ടും ഇദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ 2-3 തവണ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഈ വാർത്തയിലേക്കാണ് ഞങ്ങൾ ആദ്യം വിശദമായി കടക്കുന്നത്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, നിപ്പ മലയാളികൾക്ക് പരിചയമുള്ള ഒരു പേരാണ്. അത് ആശങ്കപ്പെടുത്തുന്ന ഒന്നുമാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ 43 വയസ്സുള്ള രോഗിയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഈ 43 വയസ്സുള്ള ഫാറൂഖ് കോളേജ് സ്വദേശിയുടെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി തന്നെ തുടരുന്നു. അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞത്. അവിടെ വെച്ചാണ് പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ സാമ്പിൾ പരിശോധിക്കുകയും നിപ്പ എന്ന സംശയങ്ങൾ ഉയരുകയും ചെയ്ത് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഏതാണ്ട് 12 മണിയോടുകൂടി രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെ പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഐസൊലേഷൻ സമ്പ്രദായം അടക്കമുള്ളവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം നേരത്തെയും നിപ്പ രോഗബാധിതരായ ആളുകളെ കൂടുതലും ചികിത്സിച്ച ഒരു പരിചയം അവിടെയുണ്ട്. അതുകൊണ്ട് അവിടേക്ക് തന്നെ ഇന്നലെ മാറ്റിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ശ്വസനം നടത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഐസൊലേഷൻ വാർഡും പരിസരവും ഒക്കെ വലിയ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വേർതിരിച്ച് ഇരിക്കുന്നു എന്നതാണ് മെഡിക്കൽ കോളേജിൽ നിന്നും സൂപ്രണ്ട് നൽകുന്ന വിവരം. ആ ഭാഗത്തേക്ക് ആളുകളെ കടത്തിവിടുകയോ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരോ മറ്റ് രോഗികളോ കൂട്ടിരിപ്പുകാരോ ഒന്നും ആ വഴി കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. വാഹനങ്ങളുടെ പാർക്കിംഗ് ഒക്കെ ഇന്നലെ തന്നെ നിരോധിച്ചിരുന്നു. ആ ഭാഗം ഏതാണ്ട് പൂർണ്ണമായി കെട്ടിത്തിരിച്ച് ഒരു ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. PP കിറ്റ് ധരിക്കാതെ ജീവനക്കാർ പോലും അകത്തേക്ക് കയറുക പോലും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. എന്തായാലും രോഗിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അഭിലാഷ്, യെസ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 43 വയസ്സുള്ള രോഗിയാണ്. നമുക്ക് ഇങ്ങനെ ഒരു അസുഖം അല്ലെങ്കിൽ വൈറസ് ബാധയായതുകൊണ്ട് തന്നെ ആ രോഗിയുടെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പങ്കുവയ്ക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നല്ല. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ആരോഗ്യമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അനീഷ്, ഇവിടെ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചു, അതായത് ഈ സമ്പർക്ക പട്ടിക അതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അദ്ദേഹം ആദ്യം OPയിലാണ് ചികിത്സ തേടിയത്, മറ്റു പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയെന്നുള്ളതാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇദ്ദേഹത്തിൻ്റെ അതായത് ഈ രോഗലക്ഷണം അദ്ദേഹത്തെ ഒരു കാരണവശാലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. നമുക്കൊക്കെ അസുഖങ്ങൾ വരാം. അപ്പോഴെല്ലാം അത് മാരകമാകുന്ന അസുഖമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 43-കാരനും ആദ്യം എവിടേക്കാണ് പോയത്, പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാഘട്ടങ്ങൾ, സമ്പർക്കം, ഇത് സംബന്ധിച്ചൊരു വ്യക്തത കൈവന്നിട്ടുണ്ടോ അനീഷ്?
അഭിലാഷ്, ഹെനിപ്പ വൈറസ് ജീനസിലെ നിപ്പ വൈറസ് പാരമിക്സോ വൈറിഡെ എന്ന ഇനത്തിലെ വൈറസാണ് ഈ വലിയ അപകടകാരിയായ നിപ്പ രോഗത്തിന് കാരണമായി മാറുന്നത്. ഇവ പൊതുവെ മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്കും അല്ലെങ്കിൽ വവ്വാലുകളിൽ നിന്നും മറ്റും അല്ലെങ്കിൽ പന്നികളിൽ നിന്നും പന്നികളിലേക്കൊക്കെയാണ് ഇത് പടരുന്നത്. ഇത് ഈ പക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ ഈ വവ്വാലിൻ്റെ കാഷ്ടത്തിൽ വഴി മനുഷ്യനിലേക്ക് പകരുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഈ അസുഖബാധിതരായ ആളുകളെ അടുത്ത് പരിചരിക്കുന്ന ആളുകൾക്കും ഈ രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ലിനി എന്ന നഴ്സ് കഴിഞ്ഞ ആദ്യത്തെ നിപ്പ തരംഗത്തിൽ അവർക്ക് ജീവൻ നഷ്ടമായതും അവരുടെ ജീവത്യാഗം വലിയ ചർച്ചയായി മാറിയതുമൊക്കെ. അങ്ങനെ രോഗികളെ പരിചരിക്കുന്നവരും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് ഈ രോഗിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഒരു ഗോഡൌൺ വാടകയ്ക്ക് എടുക്കുകയും അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ സ്വയമായി ചെയ്യുകയുമായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ വൈറസ് ബാധയുള്ള വാവലുകളുടെ കാഷ്ടം അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഉറപ്പിക്കാം, ആ ഗോഡൌണിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് ഈ വൈറസ് ബാധ ഉണ്ടായതെന്ന് എന്ന രീതിയിലേക്ക് നമുക്ക് കരുതാം. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 1.5 ആഴ്ചയോളം കഴിഞ്ഞിരിക്കുന്നു. ആദ്യം പനി ലക്ഷണങ്ങൾ പ്രകടമായപ്പോൾ അദ്ദേഹം 2 ചെറിയ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടിയത്. മാങ്കാവിലും ഒപ്പം ഫാറൂഖിലുമുള്ള 2 ആശുപത്രികളിലാണ് ചികിത്സ തേടിയത്. അവിടുന്ന് മരുന്നൊക്കെ വാങ്ങി പനി കുറഞ്ഞ ശേഷം അദ്ദേഹം വീട്ടിലേക്കൊക്കെ പോവുകയും ചെയ്തു. പിന്നീടും ഇടപെട്ട, അതായത് ഇൻ്റർമീഡിയറ്റ് എന്ന രീതിയിൽ ഇടപെട്ട സമയത്ത് വീണ്ടും പനി ഉണ്ടാവുകയും നിപ്പയുടേതായ ചില ലക്ഷണങ്ങൾ, അതിൽ പ്രധാനമായും പനിയും തലവേദനയും തലകറക്കവുമാണ് നിപ്പയുടെ ആദ്യ ലക്ഷണങ്ങളായി വരിക. പിന്നീട് ബോധക്ഷയമുണ്ടാവും, ചുമ, വയറുവേദന, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ച മങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി വരാം. എന്തായാലും അദ്ദേഹത്തിന് പനിയും ശക്തമായ തലവേദനയും ഒപ്പം ഛർദിലടക്കമുള്ള ലക്ഷണങ്ങളുമാണ് ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയത്. ആ ഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ മറ്റു ചില കാര്യങ്ങളാണ് അദ്ദേഹവും കുടുംബവും ഒക്കെ വിചാരിച്ചിരുന്നത്. കാരണം അദ്ദേഹം ഇടയ്ക്ക് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ആ മദ്യപാനം നിർത്തിയ ശേഷം ഉണ്ടാകുന്ന ചില വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ അദ്ദേഹത്തിൽ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തലവേദനയും ഛർദിലും മനംപുരട്ടലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമോ എന്നൊരു തെറ്റിദ്ധാരണയും ഉണ്ടായി. പക്ഷേ പിന്നീട് ഈ ലക്ഷണങ്ങൾ ക്രമമായി തന്നെ അല്ലെങ്കിൽ അനീഷ് ഈ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇദ്ദേഹം ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് ഈ സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിന് മദ്യപാനശീലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലുമൊക്കെ പോയിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സാധാരണ നമുക്കറിയാമല്ലോ, ഇങ്ങനെ രോഗം സ്ഥിരീകരിച്ചാൽ അതും അതിൻ്റെ അന്തിമ ഫലം വരേണ്ടതുണ്ട്. ഇപ്പോൾ നിപ്പ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിവേഗം ചെയ്യുന്ന പ്രവൃത്തി എന്നത് അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക, അതായത് അസുഖബാധിതനായതിനു ശേഷം ഏതൊക്കെ ഇടങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടാകാം, ആരൊക്കെ സമ്പർക്കം പുലർത്തിയിട്ടുണ്ടാകാം എന്നതൊക്കെയാണല്ലോ. അങ്ങനെയുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ, നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഈ സമ്പർക്കത്തിൽ വന്നവരെല്ലാം പൂർണ്ണമായും ക്വാറന്റൈനിലേക്ക് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നിപ്പയുടെ പല തരംഗങ്ങൾ പല ഘട്ടങ്ങളിലായി കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിപ്പ ലക്ഷണങ്ങളോടുകൂടി ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ തന്നെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ കൃത്യമായ ധാരണ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രികൾക്കടക്കമുണ്ട്. അത്തരം ഒരു ജാഗ്രതയാണ് പലപ്പോഴും ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിപ്പയെ പിടികൂടാൻ നമ്മളെ സഹായിക്കുന്നു. ഇവിടെ തന്നെ പറഞ്ഞാൽ ആദ്യ 2 ആശുപത്രികൾ ചെറിയ ആശുപത്രികളാണ്. അവിടെ പോയപ്പോൾ പനി മാറാതിരിക്കുകയും മറ്റു ചില ലക്ഷണങ്ങൾ കൂടി മനംപുരട്ടലും ഛർദിലും തലവേദനയും പനിയും ഒക്കെ വളരെ ശക്തമായി വരികയും ചെയ്തപ്പോഴാണ് ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുന്നത്. അവിടെ ഈ പ്രോട്ടോകോൾ പ്രകാരം ഇത്ര ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി അല്ലെങ്കിൽ ഈ മറ്റ് ചില രോഗങ്ങളുടെ, ഈ കോവിഡ് പോലെയുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്നിവയൊക്കെ കുറച്ച് ദിവസത്തേക്ക് നീണ്ടു നിന്നാൽ അത് കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിക്കുന്ന കേസുകൾ പുനെ വൈറോളജി ലാബിലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടൊരു പ്രോട്ടോകോൾ എന്ന ഒരു രീതിയിൽ മാത്രം ഈ പൂനെ ലാബിലെ ഫലത്തെ കണ്ടാൽ മതി എന്നാണ് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നത്. എന്തായാലും ഇന്നലെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വാർത്ത പുറത്തേക്ക് എത്തും മുമ്പ് തന്നെ ഈ
സുരക്ഷിതമായി ഈ ആളുകളെ നിർത്താൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം ആദ്യം പോയ 2 ആശുപത്രികളിലെ ആളുകളുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ ആശുപത്രിയിൽ അദ്ദേഹത്തെ പരിചരിച്ച ആളുകൾ അദ്ദേഹം CT സ്കാൻ എടുക്കുന്നതിന് പോയി, എക്കോ എടുക്കുന്നതിന് പോയി, OPയിൽ പോയി, ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിനോട് ഇടപഴകിയ ആളുകളെ ക്വാറന്റൈനിൽ പോകാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ തന്നെ ക്വാറന്റൈനിലാണ്. 2 കുട്ടികളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ സ്കൂളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എത്ര ഇടങ്ങളിൽ പോയി, അങ്ങനെയുള്ള ഒരു പ്രാഥമികമായി സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് മക്കളുണ്ട്, അവരുടെ വിദ്യാഭ്യാസമുണ്ട്. തീർച്ചയായും ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുമായി ഒക്കെ സമ്പർക്കം പുലർത്തിയ ആളുകളുണ്ട്. ഇതൊന്നും ആശങ്കപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനോ അല്ല, പക്ഷേ അസുഖമാണ്, അതിനെ നമ്മൾ നേരിടേണ്ടതുണ്ട്. ഒപ്പം ആ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പോകേണ്ടതും. അവിടെ നമ്മൾ ക്വാറന്റൈൻ പോലെയുള്ള നടപടികളിലേക്ക് പോകുമ്പോഴും അവരെ കുടുംബങ്ങളെ മാറ്റി നിർത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അനീഷ്, ഇതോടൊപ്പം ഈ പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ ഫറൂഖ് സ്വദേശിയാണ് എന്നത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പശ്ചാത്തലം നമ്മൾ പങ്കുവെക്കുന്നില്ല എങ്കിൽ പോലും ഈ മേഖലകളിലൊക്കെ അനീഷ് തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ ലിനി എന്നൊരു നേഴ്സ് നമ്മുടെ നൊമ്പരമായി മാറിയതാണ്. 1997-98 കാലഘട്ടങ്ങളിൽ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വൈറസാണ് അത്. കേരളത്തിൽ ആദ്യമായി 2018 അറിയുന്നത്. അതുകൊണ്ട് നിപ്പ എന്നതിപ്പോൾ മലയാളികൾക്കൊക്കെ പരിചിതമായിട്ടുള്ള പേര് ആണ് താനും. എങ്കിലും ഈ പ്രദേശത്ത് പ്രത്യേകമായൊരു ജാഗ്രതയും കരുതലും ഒക്കെ തുടരുന്നുണ്ടോ? ഒപ്പം അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ടോ? ഫറൂഖ് കോളേജിൻ്റെ സമീപത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ ഒരു ജാഗ്രത ഇതിനകം തന്നെ പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തനങ്ങൾ ചെയ്ത ഗോഡൗൺ അടക്കമുള്ള ഇടങ്ങൾ കൃത്യമായൊരു നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യകാലത്ത് 2018 ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു മേഖല ഒന്നടങ്കം അടച്ചിടുകയും ജനജീവിതത്തെ പോലും അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ നിയന്ത്രണങ്ങൾ മാറുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്നും പടിപടിയായി എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം എന്നത് സംബന്ധിച്ച കൃത്യമായ ധാരണ, ഇത് സംബന്ധിച്ച കൃത്യമായ പ്രോട്ടോകോൾ ആരോഗ്യ പ്രവർത്തകരുടെ കൈവശമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഒരു പൂർണ്ണമായ അടച്ചിടലിലേക്കൊന്നും പോകാതെ തന്നെ എങ്ങനെ ശാസ്ത്രീയമായി ഈ രോഗത്തെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചറിയാം. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ ഇക്കാര്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ ആയിട്ടുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളെയും ജനപ്രതിനിധികളെയും ഒക്കെ ബന്ധപ്പെടുത്തിയായിട്ടുണ്ട്. ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് കളക്ട്രേറ്റിൽ ഈ ജനപ്രതിനിധികളുടെ യോഗം ചേരുന്നുണ്ട് പ്രാദേശിക തലത്തിൽ. അതിൽ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണം, എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു നിർദ്ദേശം നൽകുകയും അവർ ഈ കുടുംബത്തെ എങ്ങനെ ചേർത്ത് നിർത്തണം, അല്ലെങ്കിൽ ക്വാറന്റൈൻ പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി ചെയ്യണം, അല്ലെങ്കിൽ പ്രാദേശികമായി ചില ചെറിയ തുരുത്തുകളെങ്കിലും അടച്ചിടേണ്ടതുണ്ടെങ്കിൽ അത് അടച്ചിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ എല്ലാ തരത്തിലും ഇത്തരം മഹാമാരികളെ നേരിടാൻ കേരള ജനത സന്നദ്ധമാണ്. അത് കേരളത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായാലും കൃത്യമായ ഒരു ജാഗ്രത അക്കാര്യത്തിലുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങളിൽ ജനപ്രതിനിധികളുടെ യോഗത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും. എന്തായാലും നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പടവെട്ടി തന്നെ ഒരു വിജയമാണ് നിപ്പയോടായാലും കോവിഡിനോടായാലും ഒക്കെ നേടിയത്. ആ വിജയം ഇത്തവണയും ഉണ്ടാവാതിരിക്കാൻ യാതൊരു തരവുമില്ല അഭിലാഷം. സൂചിപ്പിക്കുന്ന പോലെ നിപ്പ എന്നത് 2018 അടക്കം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അസുഖമാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പുതിയ അസുഖം എന്ന നിലയിൽ 43കാരൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഒപ്പം വേണ്ട ജാഗ്രത പുലർത്തുന്നുണ്ട്. രോഗം ഇത് തന്നെ എന്നുള്ളതാണ് ഇതുവരെയും നടത്തിയ പരിശോധനകളിലൂടെയും ലക്ഷണങ്ങളിലൂടെയും ഒക്കെ വ്യക്തമായിട്ടുള്ളത്.